ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടില് ഇപ്പൊ ടെമ്പറേച്ചർ ഒക്കെ കൂടി വരികയാണ്. ഈ സമയത്ത് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ വീട്ടിൽ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എങ്ങനെ കുറയ്ക്കാം. നമ്മൾ റെഗുലർ ആയിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, നമ്മൾ ഒരു ദിവസം ഡെയിലി നമ്മൾ രാത്രി ഇലക്ട്രിസിറ്റി എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഏകദേശം ഒരു 1000 രൂപയുടെ റേറ്റിൽ അല്ലെങ്കിൽ ഒരു 1500 രൂപയുടെ റേറ്റിലാണ് നമുക്ക് വരാറ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ആ 1500 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 500 രൂപയുടെ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചെലവോ അല്ലെങ്കിൽ വീടിന്റെ മോഡിഫിക്കേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ വീടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ടിപ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോയുടെ ഒരുപാട് ലെങ്ത് ഈ വീഡിയോ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് കാരണം ബേസിക് ഡാറ്റാസ് ഒക്കെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡാറ്റ റെഫറൻസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അപ്ലിക്കബിൾ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ആസ് പെർ റിക്വയർമെന്റ് പ്രകാരം നമുക്ക് ഇതിനെ മോൾഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ വന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുവാനുള്ള കാരണം. അപ്പൊ നമുക്കറിയാം, പുറത്തെ ടെമ്പറേച്ചർ കൂടുതലും നമ്മൾ വീട്ടിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഈ പുറത്തെ ടെമ്പറേച്ചറിനും ഉള്ളിലുള്ള ടെമ്പറേച്ചറിനും വേണ്ടിയിട്ട് ഇടയിലൊരു സീലിംഗ് ഏജന്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സമ്മറിൽ വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ ടാർപോളിൻ കിട്ടുന്നതായിട്ടും ചുണ്ണാമ്പ് അടിക്കുന്നതായിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഓൾറെഡി പ്രസന്റഡ് ആണ്. അതൊക്കെ ഒരു സം എക്സ്റ്റെന്റ് അത് കറക്റ്റ് ആണ്, അത് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കൊരു പെർഫെക്റ്റ് ലെവലിൽ ഒരു എയർ കണ്ടീഷൻ റൂം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അതിൽ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് എയർ കണ്ടീഷന്റെ ബില്ല് ഒരുപാട് കൂടുതൽ വരും. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രത്യേകമായിട്ട് എങ്ങനെയാണ് നമ്മുടെ വീടിന്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാന്നുള്ള ഒരു സ്റ്റഡി നമുക്ക് നടത്താം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഓരോ മെറ്റീരിയലിന്റെയും തെർമൽ വാല്യൂയെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് എല്ലാ 100% പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റില്ല, കാരണം വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് ആ തെർമൽ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഏജൻസിനെ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കോൺക്രീറ്റ്, നമ്മൾ സ്ലാബ്, നമ്മൾ സാധാരണ ഇപ്പൊ RCC ബിൽഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കോൺക്രീറ്റ് ഫസ്റ്റ് സെഗ്മെന്റ് ആയിട്ട് എടുത്തു. അതിന്റെ R വാല്യൂ എന്ന് പറയുന്നത് 0.1 ആണ്. R വാല്യൂ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 1 ഇഞ്ച് തിക്നെസ് ഉള്ള ഷീറ്റുകളുടെ 1 സ്ക്വയർ ഫീറ്റിന്റെ വരുന്ന റേഡിയേഷൻ ലെവലിനെയാണ് നമ്മൾ R വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 25 mm തിക്നെസ് ഉള്ള കോൺക്രീറ്റ് ആണ് എങ്കിൽ അതിന്റെ R വാല്യൂ എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. അതേമാതിരി ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ R വാല്യൂ 0.16ന്റെ അടുത്താണ് നമുക്ക് വരുന്നത്. ബ്രിക്കിന്റെ R വാല്യൂ 0.2, ദെൻ വുഡ് 2.5, ജിപ്സം ബോർഡ്. സീലിംഗിന് വേണ്ടിയിട്ട് ചില എക്സെപ്ഷണൽ കേസിൽ നമ്മൾ ചിലരെല്ലാം സീലിംഗ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ജിപ്സം സീലിംഗും പിന്നെ തെർമോകോൾ സീലിംഗും ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോ ജിപ്സം ബോർഡിന്റെ R വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. തെർമോകോളിന്റെ R വാല്യൂ നമുക്ക് 6.5 വരുന്നു. തെർമോകോളിന് പോലെ പല ആൾക്കാരും PE മെറ്റീരിയലോ അതല്ലെങ്കിൽ ഫോം മെറ്റീരിയലോ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം റേഞ്ച് സെയിം ആണ്. നമ്മൾ R വാല്യൂ ഇപ്പൊ 25 mm നമ്മൾ ആദ്യം കണ്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കൺസ്ട്രക്ഷനിൽ എത്ര തിക്നെസ്സിലാണ് ഓരോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ജനറൽ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റിന്റെ തിക്നെസ് സാധാരണ 100 mm തിക്നെസ്സിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 100 is equal to 4 times 4 inches ആണ് വരുന്നത്. 0.1 into 4 inches, that means it is coming 0.4. അതേമാതിരി ഗ്ലാസ് ആവുമ്പോൾ നമ്മൾ വന്നിട്ട് 6 mm ഗ്ലാസ് ഷീറ്റ് ആണ് നമ്മൾ വിൻഡോ പാനലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ഷീറ്റിന്റെ വാല്യൂ വന്നിട്ട് നമുക്ക് 0.16 into 0.25, 0.04 ആണ് നമുക്ക് വരുന്നത്. ബ്രിക്ക് വന്നിട്ട് 8 ഇഞ്ചിന്റെ ബ്രിക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് 200 mm ഡയമെൻഷനിൽ. അപ്പോൾ വന്ന് 0.2 into 8 വരുമ്പോൾ നമുക്ക് 1.6. അതേമാതിരി വുഡ് ആയിരിക്കുമ്പോൾ 2.5. ജിപ്സം നമ്മൾ 1/2 ഇഞ്ചിന്റെ ബോർഡാണ് സാധാരണ ഉപയോഗിക്കാറ്, അത് നമുക്ക് 1 എന്നുള്ളൊരു വാല്യൂ ആണ് വരുന്നത്. അതേപോലെ തെർമോകോൾ കൂടെ നമ്മൾ 1 ഇഞ്ചിന്റെ ഷീറ്റാണ് സാധാരണ സീലിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. അത് 6.5. നമ്മുടെ റിക്വയർമെന്റ് പ്രകാരം ഇത്
1.5 ടൈംസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഇഞ്ചിന്റെ തെർമോകോൾ ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടിപ്പിക്കലായിട്ട് നമുക്ക് ബ്രോഡായിട്ട് നമ്മുടെ റിക്വയർമെന്റ് ടൈലർ ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്രോഡായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് ഒരു നമ്മളൊരു ടിപ്പിക്കൽ റൂം കൺസിഡർ ചെയ്യും. ഈ ടിപ്പിക്കൽ റൂം കാൽക്കുലേഷന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ 10 ഫീറ്റ് ഇൻറ്റു 10 ഫീറ്റിന്റെ റൂമാണ്. ഇതിന്റെ ഹൈറ്റും നമ്മൾ കണക്കാക്കുന്നത് 10 ഫീറ്റ് ആണ്. അപ്പൊ ഈ 10 ഫീറ്റ് ഇൻറ്റു 10 ഫീറ്റ് ഇൻറ്റു 10 ഫീറ്റിന്റെ റൂം ഇവിടെ നമ്മളൊരു ഡോറ് കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമ്മൾ ഒരു വിൻഡോ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ വിൻഡോയുടെ SFT സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 20 ആണ്. അതുപോലെ ഡോറിന്റെ SFT എന്ന് പറയുന്നത് 40 ആണ്. 40 SFT ആണ് ഈ ഡോറ് നമ്മൾ സാമ്പിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ബ്രിക്ക് വർക്ക് ആണ്. ഇതിന്റെ മേലെ ഇതിന്റെ മേലെ നമ്മൾ RCCയുടെ ഒരു സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് ടിപ്പിക്കലായിട്ട് നമ്മളൊരു ബെഡ്റൂമിന്റെ ഒരു അപ്രോക്സിമേറ്റ് സ്ട്രക്ചർ ആണത്. നമ്മുടെ ബെഡ്റൂമിൽ എന്തുണ്ടാവും? മേലെ സ്ലാബ് ഉണ്ടാവും, സൈഡിൽ വാൾസ് ഉണ്ടാവും, വിൻഡോസ് ഉണ്ടാവും, അതുപോലെ ഡോർ ഉണ്ടാവും. പക്ഷെ ഈ ഏരിയ എന്നുള്ള ഫാക്ടർ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് അത് അപ്ലൈ ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് അറൈവ് ചെയ്യുന്ന സബ്ജക്ട് ഇതിന് നമ്മളൊരു ടാബ്ലർ കോളറിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലാബിന്റെ ഏരിയ 10 × 10 100 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. അതേമാതിരി വാളിന്റെ ഏരിയ ടോട്ടൽ വാളിന്റെ ഏരിയ മൈനസ് വിൻഡോന്റെ ഏരിയ മൈനസ് ഡോറിന്റെ ഏരിയ. അപ്പൊ നമുക്ക് വരുന്നത് 340 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതേമാതിരി വിൻഡോന്റെ ഏരിയ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 20 സ്ക്വയർ ഫീറ്റ് ആണ്. അതേമാതിരി ഡോറിന്റെ ഏരിയ നമുക്ക് 40 സ്ക്വയർ ഫീറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓരോ മെറ്റീരിയലിന്റെയും ഇതിന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റ് ഒന്ന് കോൺക്രീറ്റിന്റെ 100 mm 4 ഇഞ്ചിന്റെ കോൺക്രീറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ വരുന്നത് 0.4 ആണ്. ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ 25 mm സ്പെസിഫിക് തിക്നെസ്സിലാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന തിക്നെസ് 4 ഇഞ്ചസിന്റെ ആയതുകൊണ്ട് അത് 0.4 ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. 0.4 × 100 നമുക്ക് കോൺക്രീറ്റിന്റെ R വാല്യൂ എന്ന് പറയുന്നത് 40 ആണ് R വാല്യൂ ആയിട്ട് വരുന്നത്. പിന്നെ കോൺക്രീറ്റിന്റെ സ്ലാബിന്റെ കേസിൽ ഗ്ലാസ് നമുക്ക് അപ്ലിക്കബിൾ അല്ല, ബ്രിക്ക് നമുക്ക് അപ്ലിക്കബിൾ അല്ല, വുഡ് നമുക്ക് അപ്ലിക്കബിൾ അല്ല. നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് സപ്പോസ് നമ്മൾ ടെമ്പറേച്ചർ അധികമാണ്, നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ അധികമായത് കാരണം നമ്മൾ ഈ സീലിംഗ് ആയിട്ട് സ്ലാബിന്റെ സെയിം പ്ലേസിൽ സ്ലാബിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ തെർമോകോളിന്റെ ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലാബ് ഒരു സീലിംഗ് അടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ സീലിംഗ് അടിക്കുമ്പോൾ സീലിംഗിന്റെ ഏരിയ എന്ന് പറയുന്നത് സെയിം 100 ആയിരിക്കും. പക്ഷെ തെർമോകോൾ ആണ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ തെർമോകോളിന്റെ R വാല്യൂ 6.5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ R വാല്യൂ ടോട്ടൽ R വാല്യൂ എന്നത് 650 എന്നായിട്ട് മാറും. നെക്സ്റ്റ് ജിപ്സം ബോർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജിപ്സം ബോർഡിന്റെ സ്പെസിഫിക് ആക്ച്വൽ R വാല്യൂ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത് 1 ആണ്. അത് 100 ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് 100 R വാല്യൂ ഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോൺക്രീറ്റിന്റെ സ്ലാബിന്റെ താഴെ നമ്മൾ ജിപ്സം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ R വാല്യൂ വന്നിട്ട് 100 + 40 140 ആവും. അതല്ല തെർമോകോൾ മെറ്റീരിയൽ ആണ് നമ്മൾ വന്നിട്ട് സ്ലാബിന്റെ താഴെ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് സീലിംഗിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വാല്യൂ 695 ആണ്. നെക്സ്റ്റ് വാളിന്റെ കേസ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാളിൽ വന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് സാധാരണ ഉപയോഗിക്കുന്നില്ല, ഗ്ലാസ് ഉപയോഗിക്കാറില്ല, വുഡ് ഉപയോഗിക്കാറില്ല, തെർമോകോൾ ഉപയോഗിക്കാറില്ല, ജിപ്സം ഉപയോഗിക്കാറില്ല. നമുക്ക് വാളിൽ വന്നിട്ട് 340 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വാൾ വരുന്നത്. ഈ 340 സ്ക്വയർ ഫീറ്റില് സപ്പോസ് നമ്മളിവിടെ ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ ബ്രിക്കിന്റെ കേസിൽ ഒരു എക്സംഷൻ ഉണ്ട്. ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്ലാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽ എഴുതും. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു എഞ്ചിനീയറിംഗ് എഴുതിയതിന് ഈ പ്രസന്റേഷൻ ഞാൻ വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആവും. അത് കാരണം നമ്മളത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോ 340 എന്ന് വരുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 340 ഇൻറ്റു ബ്രിക്കിന്റെ ആക്ച്വൽ R വാല്യൂ 1.6 ആണ്. സോ നമ്മുടെ വാല്യൂ വരുന്നത് 544 ആണ് ഇതിന്റെ R വാല്യൂ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വിൻഡോയിൽ നമുക്ക് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വുഡ് ഉപയോഗിക്കാം, തെർമോകോൾ ഉപയോഗിക്കാം, നെക്സ്റ്റ് ജിപ്സം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ ഗ്ലാസിന്റെ വാല്യൂ ആയിട്ട് വരുമ്പോ ഗ്ലാസിന്റെ ഇതിന്റെ ആർ വാല്യൂ വന്നിട്ട് ആർ വാല്യൂയിൽ ഒരുപാട് കോംപ്രമൈസ് ആവുന്നത് ഈ ഗ്ലാസ് ഉപയോഗിക്കുമ്പോഴാണ്. നമ്മുടെ ആക്ച്വൽ 0.04 ആണ് നമ്മുടെ ആക്ച്വൽ ആർ വാല്യൂ നമുക്ക് கிடைക്കുന്നത്. ആർ വാല്യൂവിനോടൊപ്പം നമ്മൾ വന്നിട്ട് 20 സ്ക്വയർ ഫീറ്റിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ 0.8 ആണ്. നെക്സ്റ്റ് സപ്പോസ് നമ്മുടെ പണ്ടത്തെ കാലത്തെ വീടുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിൻഡോയില് നമുക്ക് രണ്ട് പോർഷനായിട്ട്, നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ട് പോർഷനായിട്ട് കാണാൻ പറ്റും. ഒന്ന് ഗ്ലാസ് പോർഷൻ ടോപ്പില്, അത് വന്നിട്ട് ലൈറ്റിന് വേണ്ടിയിട്ടും താഴെ ഒരു വുഡിന്റെ കവർ ഉണ്ടാവും. സപ്പോസ് നമ്മൾ ഇവിടെ വന്നിട്ട് വുഡിന്റെ ആണ് അഡീഷണൽ ആയിട്ട് ഗ്ലാസിന്റെ ഒപ്പം നമ്മളൊരു വുഡിന്റെ ഡോറും കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആർ വാല്യൂ വന്നിട്ട് വുഡിന്റെ 2.5 ആക്ച്വൽ ആർ വാല്യൂ, അതിന്റെ ഒപ്പം ഇത് 20 സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്കിവിടെ 50 എന്നുള്ള 50 ഒരു ആർ വാല്യൂ നമുക്കിവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സപ്പോസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗ്ലാസിന്റെ വിൻഡോയിന്റെ മേലെ നമ്മൾ തെർമോകോളിന്റെ ഒരു ഇൻസുലേഷൻ ഷീറ്റ്, അല്ലെങ്കിൽ ഒരു PUന്റെ ഒരു ഇൻസുലേഷൻ ഷീറ്റ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ തിക്കായിട്ടുള്ള ഒരു ഇൻസുലേഷൻ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആർ വാല്യൂ ഇവിടെ വരുന്നത് 6.5 into 20. സോ ഇവിടെ നമുക്ക് 130 ആർ വാല്യൂ നമുക്ക് കിട്ടും. ജിപ്സം ആ പർട്ടിക്കുലർ കേസിൽ പോസിബിൾ അല്ല. നെക്സ്റ്റ് വന്നിട്ട് നമ്മള് അടുത്തതായിട്ട് ഡോർസിലെ 40 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ നമ്മുടെ ഡോറിന്റെ ഏരിയ ആയിട്ട് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. ഈ 40 സ്ക്വയർ ഫീറ്റില് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ഇവിടെ അപ്ലിക്കബിൾ അല്ല, ഗ്ലാസ് അപ്ലിക്കബിൾ അല്ല, ബ്രിക്ക് അപ്ലിക്കബിൾ അല്ല. ഈ പർട്ടിക്കുലർ കേസില് നമ്മൾ ഓൺലി വുഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ കാൽക്കുലേഷനും നമുക്ക് ക്ലിയർ ആയ സ്ഥിതിക്ക് നമ്മൾ വുഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വുഡ് ഡോർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ 40 സ്ക്വയർ ഫീറ്റിന്റെ തെർമൽ ഇൻസുലേഷൻ വാല്യൂ വരുന്നത് 100 ആണ്. ഇപ്പൊ നമ്മൾ ഇതിൽ പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു കേസ് സ്റ്റഡീനെ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയല് ആദ്യം നമ്മുടെ വീട് റെഗുലർ ആയിട്ടൊരു വീട്ടില് R1 നമ്മുടെ ആർ വാല്യൂ നമ്മൾ ഗെയിൻ ചെയ്യുന്നത് R1 ആണെങ്കിൽ സ്ലാബ് നമുക്കൊരു 40, പിന്നെ ഗ്ലാസ് 0.8, ബ്രിക്ക് 244, അതേമാതിരി വുഡ് 100 ആണ് നമ്മുടെ വാല്യൂ വരുന്നത്. ഇപ്പോ ഈ ടോട്ടൽ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 540, 588, 688 ആണ്. നമുക്ക് 688 and 50. സോ ടോട്ടൽ വാല്യൂ വരുന്നത് 544 plus 40 plus 0.8 plus 100. സോ ഇതിന്റെ വാല്യൂ നമുക്ക് വരുന്നത് 684 ആണ് നമ്മുടെ ആർ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇത് റെഗുലർ. നെക്സ്റ്റ് നമ്മള് മോഡിഫൈ ചെയ്തു. സപ്പോസ് ഞാനിവിടെ പ്രയോറിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ തെർമോകോൾ ആണ് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻസുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാബിന്റെ താഴെ ഒരു തെർമോകോൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേമാതിരി വിൻഡോസിന്റെ ഗ്ലാസ് പാനലിന്റെ മേലെ ഒരു തെർമോകോളിന്റെ ഒരു പവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് എക്സ്ക്ലൂസീവ്ലി സമ്മറിൽ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സമ്മർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തെർമോകോൾ ഷീറ്റ് നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. അതേമാതിരി ഡോറിന്റെ 100 നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് സ്ലാബില് നമുക്ക് കിട്ടുന്നത് 690 ആണ്. 600 ഇവിടെ R2ന്റെ കാൽക്കുലേഷൻ നമ്മൾ ഇംപ്രൂവ്ഡ് R2ന്റെ കാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 650 പ്ലസ് 40, വാളില് 544, വിൻഡോസിലെ നമുക്ക് 130, അതേമാതിരി ഡോറില് 100. ടോട്ടലി നമ്മുടെ വാല്യൂ ആർ വാല്യൂ വരുന്നത് 650 പ്ലസ് 40 പ്ലസ് 544 പ്ലസ് 230 is equal to 1464 ആണ് നമ്മുടെ ആർ വാല്യൂ വരുന്നത്. അപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തിരിക്കുന്ന വാല്യൂ 1464 ആണ്. അപ്പോൾ നമ്മൾ 14 എത്ര പെർസെന്റേജ് ആണ് നമുക്ക് ഗെയിൻ വന്നിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ 1464 ഡിവൈഡഡ് ബൈ
684. അപ്പൊ നമ്മുടെ റേഷ്യോ, ഈ ഡിഫറൻസ് ഇൻ റേഷ്യോ എന്ന് പറയുന്നത് 1464 divided by 684 is equal to 2.14. സോ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്തിട്ട് ആ വാല്യൂവിനെ 2 ടൈംസ് ഇംപ്രൂവ് ചെയ്തു. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ആദ്യത്തില് നമ്മുടെ എയർ കണ്ടീഷനിങ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ, റെഗുലർ ആയിട്ട് AC ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് 1000 rupees പെർ മന്ത് വന്നിരുന്നു എങ്കിൽ നമ്മൾ പുതിയ 2 ടൈംസ് തെർമൽ ഇൻസുലേഷൻ കൂട്ടുന്നത് കാരണം നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് ഇതിൽ 500 rupees പെർ മന്ത് റേഞ്ചില് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ വീടിന്റെ സൈസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സൂട്ടബിൾ ആയിട്ട് ഈ കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തെർമൽ ഇൻസുലേഷൻ കൂട്ടി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നതിനൊപ്പം നമ്മൾ ഈ ഹ്യൂമൻ ബീയിങ്ങിന്റെ റേഞ്ചിൽ നമുക്ക് സോഷ്യൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്താണ്? നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയും നമ്മൾ പേ ചെയ്യുന്നതിനല്ലാതെ നമ്മൾ ഒരു വലിയൊരു ഇമ്പാക്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ള ഇമ്പാക്ട് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ നമുക്ക് അടുത്തൊരു കൊറി വരുന്നത്, ഇതിന് നമുക്ക് എത്ര ചെലവാകും? ഇപ്പോ ഞങ്ങളൊക്കെ കൊടുക്കുന്ന, ഞങ്ങളുടെ കമ്പനികളൊക്കെ കൊടുക്കുന്ന റേറ്റ്, ഞങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 45 rupees to 50 rupees ആണ് SFTക്ക് ചാർജ് ചെയ്യുന്നത് വിത്ത് മെറ്റീരിയൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 square feet നമ്മളിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5000 rupees റേഞ്ചില് നമ്മുടെ കോസ്റ്റ് വന്നിട്ട് 5000 rupees ആണ്. 5000 rupees എന്ന് പറഞ്ഞാൽ 10 months നമുക്കത് ബ്രേക്ക് ഈവൺ ആവും. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് വന്ന് നിങ്ങളുടെ വീടുകളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു നോളജ് ഷെയറിംഗ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നിങ്ങൾ എനിക്ക് മെയിൽ അയക്കുകയോ അല്ല താഴെ കാണുന്ന അഡ്രസ്സിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫർദർ ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്സ്. ജയ് ഹിന്ദ്.